നദി പലപ്പോഴും നമ്മുടെ മുൻപിലാണ് കാണുന്നത്. പരമാർത്ഥത്തിൽ കുടിവെള്ളമാകുന്നത് നദിയാണ്. നദിയിലൂടെ വാർന്നൊഴുകുന്ന ജലം കിണറിലൂടെ നമ്മുടെ കുടിവെള്ളമാകുന്നു. പരമാർത്ഥത്തിൽ നദി പ്രവഹിക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്, എല്ലാവരുടെയും ശരീരത്തിലൂടെ. ഉറവയിൽ നിന്ന്, തടാകത്തിൽ നിന്ന് പൂർണ്ണ നദി ഒഴുകുമ്പോൾ അത് സമീപ പ്രദേശത്തെ കിണറുകളെ ധന്യമാക്കുന്നു, കിണറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നു. കുടിവെള്ളം നമുക്ക് ജീവദായകമായി തീരുന്നു. പരമാർത്ഥത്തിൽ നദി ഒഴുകുന്നത് നമ്മുടെ ഉള്ളിലൂടെയാണ്, നമ്മുടെ ശരീരത്തിലൂടെയാണ്. നദി മുൻപിൽ കാണുന്നത് വിചിന്തനം, നദി ഉള്ളിൽ കാണുന്നത് ധ്യാനം. സമീക്ഷ ആശ്രമം തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, നദീതീരത്താണ് ആശ്രമം പണിയേണ്ടത് എന്ന്. പ്രധാനപ്പെട്ട ആശ്രമങ്ങളെല്ലാം നദീതീരങ്ങളിലായിരുന്നു. നദിയിലൂടെയാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്. വെള്ളമാണ് നമ്മുടെ ജീവദായകമായ ഉദരം, ജീവപോഷകമാണ് വെള്ളം. നമ്മൾ പിറക്കുന്നതിന് മുൻപ് വാസ്തവത്തിൽ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു നമ്മളെല്ലാവരും. ജീവൻ്റെ ഉറവിടമാണ് വെള്ളം. അതുകൊണ്ടാണ് ആശ്രമങ്ങൾ നദീതീരത്ത് പണിതുയർത്തുന്നത്. ഈ കാലടി ആശ്രമത്തിൽ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സ്വപ്നം അതായിരുന്നു, നദീതീരത്ത് വേണം ആശ്രമം പണിയാനായിട്ട്. പൂർണ്ണ നദീതീരത്താണ് ശ്രീശങ്കരൻ പിറന്നത്. അതോടുകൂടി ശ്രീശങ്കരനും നദിയും തമ്മിലുള്ള ബന്ധം വളരെ സുവ്യക്തമാണ്. അപ്പോൾ നദീതീരത്ത് ആശ്രമം പണിയാനായിട്ടുള്ള കാരണം അതാണ്.